ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ 2025 SSCGD എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിലവിൽ SSC പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് SSCയുടെ കേരള കർണാടക റീജിയൻ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ 2025 SSCGD എക്സാമിനേഷന് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും SSCGD എക്സാമിനേഷന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2025 SSCGD എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അതായത് 4, 5, 6, 7, 10, 11, 12, 13, 17, 18, 19, 20, 21, 25 തീയതികളിലാണ് ഈ ഒരു എക്സാമിനേഷൻ SSC നിലവിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്തിട്ടുള്ളവരുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് നിലവിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തവർക്ക് മാത്രമായിരിക്കും എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിരിക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി തരുന്നതാണ്. കൂടാതെ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് എപ്പോൾ ലഭിക്കുമെന്ന്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ എക്സാമിനേഷൻ എന്നാണോ എക്സാമിനേഷൻ്റെ 78 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിന് മുന്നേ മാത്രമായിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിൽ SSCGD എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മാത്രമേ SSC പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ കേരള കർണാടക SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട്. വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, SSCയുടെ മെയിൻ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായിട്ട് നിങ്ങൾ കേരള കർണാടകയുടെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകേണ്ടതുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് SSCയുടെ കേരള കർണാടക ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ക്ലിക്ക് ഹിയർ ടു നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഫോർ കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്, SSF റൈഫിൾമാൻ GD ഇൻ ആസാം റൈഫിൾസ് ആൻഡ് സെഫോയ് ഇൻ നെക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റർ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ മെയിനായിട്ടും 2 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും. അപ്പോൾ നിങ്ങളുടെ SSCയുടെ രജിസ്ട്രേഷൻ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു നമ്പർ അവിടെ ഫസ്റ്റ് കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്ത കോളത്തിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബൈ ചാൻസ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ അവിടെ നിന്ന് തന്നെ ഫോർഗോട്ടൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് തൊട്ട് താഴെ തന്നെ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് എൻ്റർ യുവർ നെയിം, അതുപോലെ തന്നെ ഫാദേഴ്സ് നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ 3 കാര്യങ്ങളും അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അവിടെ എൻ്റർ യുവർ നെയിം എന്ന ആ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു കോളത്തിൽ നിങ്ങളുടെ നെയിം ഏതാണോ ആ ഒരു നെയിമിൻ്റെ ഫസ്റ്റിലത്തെ 4 ലെറ്റർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴത്തെ കോളത്തിൽ നിങ്ങളുടെ ഫാദറിൻ്റെ ഫസ്റ്റിലത്തെ 4 ലെറ്റർ അവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സെർച്ച് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ തൊട്ട് താഴെ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റിലെ അവിടെ കാൻഡിഡേറ്റ് നെയിം, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ, അതിനുശേഷം സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേര് അവിടെ വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷനിൽ അഡ്മിറ്റഡ് എന്നാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. അഥവാ അഡ്മിറ്റഡിന് പകരം അവിടെ റിജക്റ്റഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്കും കണ്ടന്റ് നോട്ട് വെരിഫൈഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ വിഷമിക്കേണ്ടതില്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. അത്തരത്തിലുള്ളവർക്കും എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് നിലവിൽ വന്നിട്ടുള്ള SSCGDയുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ട ശരിയായ രീതി. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിലവിൽ അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല. അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.
പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.